ചെയ്യേണ്ടതാണ്. അങ്ങനെ നല്ലൊരു ബന്ധം നമുക്കുണ്ടാക്കിയെടുത്താൽ അൽഹംദുലില്ലാ അത് തന്നെയാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. 5 നേരത്തെ നിസ്കാരങ്ങളും അതുപോലെ തന്നെ കൃത്യമായി ചെയ്തു വരുന്ന ഔറാദുകളും അതിനൊന്നും മുടക്കം വരുത്താതെ കൊണ്ടുവരിക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. മറ്റൊന്നുള്ളത് നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളാണ്. അടുത്തു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉമ്മയാകാം, വാപ്പയാകാം, ഭാര്യയാകാം, മക്കളാകാം, കുടുംബക്കാരാവാം, ആരാണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധം അൽഹംദുലില്ലാ അത് കൃത്യമായി നല്ല രൂപത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ അത് നമ്മൾ നിലനിർത്തണം. പലപ്പോഴും നമ്മൾ കുടുംബങ്ങളെ മറന്നു പോകാറുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ കുടുംബക്കാരെ അവരിങ്ങോട്ട് മിണ്ടുന്നില്ല, അവർ സംസാരിക്കുന്നില്ല, അവർ നമ്മളെ നോക്കുന്നില്ല, അവർ നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ നമ്മുടെ ഭാഗങ്ങൾ എപ്പോഴും ക്ലിയറാക്കിക്കൊണ്ടിരിക്കൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു അവധി ദിവസം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്തോഷ ദിവസം വരുമ്പോൾ അവരെ പോയി ഒന്ന് സന്ദർശിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ അൽഹംദുലില്ലാ ബന്ധങ്ങൾ നിലനിർത്താൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ബന്ധങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ബന്ധം അത് ഒരു വല്ലാത്തൊരു ബന്ധമാണ്. ആ ബന്ധം നമ്മൾ നിലനിർത്താൻ പലപ്പോഴും മറന്നുപോകുന്നു. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശാസ്ത്രങ്ങൾ പോലും പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. നമ്മുടെ ശരീരങ്ങളിലെ സന്തോഷം അഥവാ നമ്മുടെ ശരീരത്തിൽ ഹാപ്പിനെസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞത്. ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്? ആളുകളുമായി ഇടപഴകുമ്പോഴാണ്. ആളുകളോട് ഇടപഴകുന്ന സമയത്ത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രൊഡക്റ്റ് ചെയ്യുകയും അത് മൂലമായിട്ട് നമുക്ക് ശരീരത്തിന് വലിയ സന്തോഷം തോന്നുകയും ചെയ്യും. ആളുകളുമായിട്ട് ഇടപഴകുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരാൾ ഇടപെടാൻ ചാൻസ് ഉള്ളത് ഉമ്മയോടോ വാപ്പയോടോ അല്ലെങ്കിൽ പിന്നെ ഭാര്യയോടോ മക്കളോടാണ്. അപ്പോൾ നമുക്ക് ഭാര്യയെ തന്നെ എടുക്കാം. ഭാര്യയോടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഉമ്മയോടുള്ള ഇടപഴകൽ അത് കൃത്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ മനസ്സിന് നമുക്ക് സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നമ്മളിൽ പലരും നമുക്ക് സ്വന്തമായിട്ടുള്ളതിനെ മാറ്റിവെച്ചിട്ട് ഒരിക്കലും സ്വന്തമാകാത്ത, ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വന്തമാക്കൽ കടുത്ത ഹറാമായ പലതിനെയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. നമ്മുടെ ഭാര്യമാർ എന്ന് പറയുന്നത് അത് അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയതാണ്. അത് പ്രത്യേകമായ ആളുകളുടെ മുന്നിൽ വെച്ച് വലിയൊരു ഇബാദത്ത് എന്നുള്ള നിലയ്ക്ക് ആ പെൺകുട്ടിയുടെ വാപ്പ നമുക്ക് കൈപിടിച്ച് തന്നിട്ടുള്ള ഒരാളാണ്. എന്നാൽ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടുള്ളതിനെ, ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനമുണ്ട്. ആ വാഹനത്തെ നമ്മൾ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അതിനെ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയും പൊന്നുപോലെ കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കതിനോടൊരു സ്നേഹമുണ്ടാകുന്നത്. എന്നാൽ പലർക്കും എന്താണ്, നമ്മളിൽ അധിക ആളുകൾക്കും നമ്മുടെ ഭാര്യമാരോട് സ്നേഹമുണ്ടാകും, പക്ഷെ സ്വന്തം ഭാര്യയോടാവൂല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കടുത്ത തെറ്റാണ് എന്ന് മാത്രമല്ല, നമ്മളെ വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ പലരും പറയുന്ന ഉസ്താദ് എനിക്ക് ഹാപ്പിനെസ് ഇല്ല. എങ്ങനെ നമുക്ക് ഹാപ്പിനെസ് കിട്ടും? ഹാപ്പിനെസ് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഹോർമോൺസ് പ്രൊഡക്റ്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം ഭാര്യയോട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു സ്നേഹത്തോടു കൂടെയുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അവരോട് ഇഷ്ടത്തോടു കൂടെയുള്ള ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. വിവാഹം കഴിക്കുന്ന നാളുകളിൽ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള നാളുകളിൽ, അതായത് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവിടെ
അവർ ഭാര്യ ഭർത്താക്കന്മാരായല്ലോ. പിന്നെ മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുണ്ട്. അതായത് നിക്കാഹ് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് കൂടെയുണ്ട്. നമ്മുടെ ഇങ്ങോട്ട് കോട്ടയം, കൊല്ലം ഭാഗങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. നിക്കാഹും കല്യാണം എല്ലാം കൂടെ ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഈ നിക്കാഹ് കഴിഞ്ഞ കാലയളവിൽ ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, അവർ തമ്മിൽ പരസ്പരം നല്ല സംസാരമായിരിക്കും. അവർക്ക് വലിയ പ്രതീക്ഷകളുടെ കൊട്ടാരമായിരിക്കും. എന്താ പറയുക, പറഞ്ഞറിയിക്കാനാകാത്ത വലിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതേ സമയത്ത് കൂട്ടിക്കൊണ്ട് വന്ന് ആദ്യത്തെ 1 മാസത്തെ പൊലിമ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും പിന്നെ പരസ്പരം കണ്ടുകൂടായികയായി, മിണ്ടിക്കൂടായികയായി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയാണ്. അതിനു മുമ്പ് എന്താണ്, ഈ കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് ഇവന് തുരുതുരാ വാട്സപ്പിൽ ഐ ലവ് യു അയച്ചിരുന്നാൻ ഇപ്പോ ഒരു ചെറിയ മെസ്സേജ് പോലും അയക്കാൻ പിശുക്ക് കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയല്ല വേണ്ടത്. നമ്മളെപ്പോഴും നമ്മളെ ഭാര്യമാരെ നമ്മൾ ചേർത്ത് പിടിക്കണം, നമ്മളെ ഭർത്താക്കന്മാരെ തിരിച്ചും ചേർത്ത് പിടിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷമാകുന്നത്. അങ്ങനെ ചേർത്ത് പിടിക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പിന്നെ അത് ചെയ്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവൂല, യാതൊരു റാഹത്തും ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ, അതായത് നമ്മുടെ ഭാര്യയോട് നമ്മൾ സ്നേഹത്തോടൊരു വാക്ക് പറയുമ്പോൾ ആ പറയുന്ന ആൾക്കും അത് കേൾക്കുന്ന ആൾക്കും രണ്ടുപേരുടെയും ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അവിടെ ഉണ്ടാവുകയാണ്. അത് നമുക്ക് ശരീരത്തിന് സന്തോഷമുണ്ടാക്കാൻ കാരണമായി തീരുന്നതാണ്. ഭാര്യമാരുമായി ഒത്ത് ഭക്ഷണം കഴിക്കുകയും മക്കളുമായൊട്ട് ഭക്ഷണം കഴിക്കുകയും അവരോടൊത്തിരുന്ന് നിസ്കരിക്കുകയും അവരോടൊത്തിരുന്ന് ദിക്ർ ചെല്ലുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അൽഹംദുലില്ലാ ജീവിതം സന്തോഷത്തിലായി മാറുന്നത്. ഇത് നാം ഓരോരുത്തരും ഏതോ ഒരു ലോകത്തായിട്ടുള്ള അവസ്ഥയാണ്. ഭാര്യ വരുമ്പോൾ എല്ലാവരും ഈ കാലഘട്ടത്തിൽ തിരക്കുള്ള ആളുകളാണല്ലോ, എല്ലാവരും ജോലിക്കാരാണ്. ആർക്കും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള സമയങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവ് എടുത്ത് കഴിക്കും, ഭാര്യ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ എടുത്ത് കഴിക്കും, മക്കൾ പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ മക്കളെടുത്ത് കഴിക്കും. ഇങ്ങനത്തെ അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് കഴിക്കുകയും കുടിക്കുകയും ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്തും സന്തോഷമൊക്കെ നമുക്ക് കൈവരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പലർക്കും സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്, നമ്മളൊരു ഒരു ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ പ്രോഡക്റ്റിനകത്ത് ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു മെനു ഉണ്ടാവും. ഈ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു മെഡിസിൻ വാങ്ങിച്ചാൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് ഡോക്ടേഴ്സിന് അറിയുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും, അത് കുറിച്ച് തരുന്നു, നമ്മൾ വാങ്ങിക്കുന്നു. എങ്കിൽ പോലും ഒരാൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈവാഹികമായ ഒരു ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും അറിയുകയില്ല എന്നുള്ളതാണ്. അവരെ നോക്കുമ്പോൾ ചിലപ്പം 5ഉം 6ഉം മക്കളായിട്ടുണ്ടാകും. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം സന്തോഷമായി ജീവിക്കേണ്ടത്, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു ബോധവും അറിവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയെങ്കിലും നമ്മുടെ മക്കളൊക്കെ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ വിവാഹം കഴിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ പള്ളികളിലുള്ള മഹല്ലിലുള്ള ആളുകളെ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അതിനു വേണ്ടി തയ്യാറാകണം. ഞാൻ പലപ്പോഴുമായി പല സ്ഥലങ്ങളിലും പല പ്രസംഗവേദികളിലും പറയുന്ന കാര്യമാണ്. നമ്മുടെ മഹല്ലുകളിലൊക്കെ എൻ്റെ ഈ വാക്കുകൾ ഏതെങ്കിലും കമ്മിറ്റിക്കാരോ പള്ളി ഭാരവാഹികളോ കേൾക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ മഹല്ല്, ഏത് മഹല്ലും ആയിക്കോട്ടെ, അവിടെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് പ്രീമാരിറ്റി കൗൺസിലിംഗ് എന്നുള്ളത്. ഒരു കൗൺസിലിംഗ് കൊടുക്കണം. ഒരൊറ്റ കൗൺസിലിംഗ് കൊണ്ടപ്പോൾ അങ്ങ് നന്നായി പോകുമെന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയല്ല, അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വസ്തു എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും നടത്തിക്കൊണ്ടു പോകേണ്ടതെന്നുള്ള കൃത്യമായ ഒരു വിവരണം
അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ രൂപത്തിൽ തന്നെ അത് കൊണ്ടുപോകും. പ്രീമാരിറ്റി കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് കേവലം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളതല്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകും, എന്തൊക്കെ സന്തോഷങ്ങളുണ്ടാകും, അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, അത് ഏത് രൂപത്തിലാണ് നേരിടേണ്ടത് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 5-6 വർഷമായിട്ട് പ്രീമാരിറ്റി കൗൺസിലിങ്ങിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ അത് കൗൺസിലിംഗ് നടത്തിപ്പോയ കുട്ടികൾ, അത് പഠിച്ചുപോയ കുട്ടികൾക്കൊക്കെ അൽഹംദുലില്ലാ ഇന്നും നല്ല ഹൈറായ രൂപത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അവർക്കത് അവരെ ഫീൽ ചെയ്ത് കൊടുക്കുകയാണ്, അവർക്കത് അനുഭവിച്ചു കൊടുക്കുകയാണ്. എന്താണ് അതിൻ്റെ മാർഗങ്ങൾ, എന്താണ് അതിൻ്റെ രീതികൾ. ഇത് നമ്മുടെ ഇനി വിവാഹം കഴിക്കാനിരിക്കുന്ന തലമുറയ്ക്ക് നമ്മൾ കൈമാറണം. അത് എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതേ രൂപത്തിൽ ഇസ്ലാമികപരമായ രൂപത്തിൽ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയാം, ഒരു വീട്ടിലേക്ക് ഒരു കുട്ടി കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയോ നമ്മുടെ ഇന്നത്തെ അധിക പെൺകുട്ടികൾക്കും ഒരു ചായ വെക്കാൻ പോലും അറിയില്ല എന്നുള്ളതാണ്. ആരെയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല, അവർ പഠനത്തിന്റെ ആ ലോകത്തേക്ക് അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവർക്കൊന്നിനും സമയമില്ല. അവർക്ക് രാവിലെ വന്നിറങ്ങിയാൽ അവർക്ക് ഓരോരോ ഡ്യൂട്ടികളാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ അവസ്ഥ പറയാം. ഇപ്പം എൻ്റെ വീട്ടിലൊരു മോന്റെ അവസ്ഥയാണെങ്കിൽ അവന് രാവിലെ എഴുന്നേറ്റാൽ ഉടൻ നേരെ മദ്രസയിൽ പോകുന്നു. മദ്രസയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, നേരെ സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നേരെ ട്യൂഷന് പോകുന്നു. ട്യൂഷന് വന്ന് തിരിച്ചു വന്നിട്ട് അവനറിയാവുന്ന ദിക്റുകളൊക്കെ ചൊല്ലി അത് ആ ഹോംവർക്ക് ചെയ്യാനിരിക്കുന്നു. ഇത് കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങുന്നു. ഇതിനിടയിൽ എവിടെയാ സമയം? ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളരെ ബിസി ആയിരിക്കും നമ്മുടെ മക്കളൊക്കെ. അപ്പൊ നമ്മുടെ മക്കൾ പലപ്പോഴും ഒരു ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികളായി മാറുന്നുണ്ട്. ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ സൈക്കോളജി ഉണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ സൈക്കോളജി ഉണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മനഃശാസ്ത്രങ്ങൾ പഠിച്ചാൽ മാത്രമേ ജീവിതം സന്തോഷമാവുകയുള്ളൂ. അല്ലാതെ ഒന്നും നോക്കാതെ ഒന്നും കാണാതെ നേരെ പോയിട്ടങ്ങ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഉപ്പായ വിളിച്ചിട്ട് എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പൊ എന്നാ എന്റെ പൊന്നുമോളിങ്ങി പോരെ, എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു ജീവിതമാണോ തകർന്നു പോകുന്നത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അൽഹംദുലില്ലാ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളത് പഠിക്കണം. നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഒരു ചായ വെക്കാനെങ്കിലും നമ്മൾ മിനിമം പഠിപ്പിച്ചു കൊടുക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ ഒരു മനഃശാസ്ത്രം വെച്ചിട്ട് അവന് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. നല്ലൊരു ഫുഡ് കഴിക്കുന്നത് അവന് ഇഷ്ടമാണ്. അപ്പൊ സ്വന്തം ഭർത്താവിന് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ആര് വരണം? ഈ വയ്യാതെ കിടക്കുന്ന ഉമ്മ വന്നുണ്ടാക്കി കൊടുക്കണം. പിന്നെങ്ങനെ ഇവന് ഭാര്യയോട് സ്നേഹം ഉണ്ടാവും? ഭാര്യയോട് എങ്ങനെ സ്നേഹം ഉണ്ടാകും? ഒന്നാമത്തെ അത്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഞാൻ ഉദാഹരണങ്ങൾ പറയുകയാണ് കേട്ടോ, ഇതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യം, അവന്റെ ഡ്രസ്സ് അത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിരിക്കണം. അത് എല്ലാ ഭർത്താക്കന്മാരും ഇഷ്ടപ്പെടുന്നതാ. കാരണം പുറത്തിറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യും, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് അവരുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അവന്റെ ഭാര്യ എങ്ങനെയുണ്ട് എന്ന്. ചെറു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ആ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ നേരെ കൊണ്ട് കൊടുത്ത് അയൺ ചെയ്യാൻ കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. എന്തു ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയാണ് നമുക്കിന്നുള്ളത്. മനസ്സിലായോ? അതുപോലെ തന്നെ നിസ്കരിക്കുന്ന വിഷയം, അതുപോലെ തന്നെ നോമ്പ് നോക്കുന്ന വിഷയം, ദിക്ർ ചെല്ലുന്ന വിഷയം. നമ്മുടെ വീട്ടിൽ ചിലപ്പം 28-ഉം 30-ഉം വയസ്സുള്ള കുട്ടി ചെറിയ കുട്ടിയായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടിൽ ചെറിയ കുട്ടിയായിരിക്കും. അതേ സമയത്ത് മറ്റൊരു ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീട്ടില് അവിടുത്തെ മുതിർന്ന ആളാണ്. കാരണം ആ വീട് നോക്കണ്ട, ആ വീട് പരിപാലിക്കേണ്ട ആളായി ആ കുട്ടി മാറിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ കുട്ടി ആ വീട് പരിപാലിക്കേണ്ട ആളായി മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തില്ല, ഞാനിപ്പോഴും ചെറുതാണ്, ഞാനെപ്പോഴും കുഞ്ഞാണ്. കാരണം വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് അതാണ്. അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയല്ല, കുറച്ച് കാര്യബോധമുള്ളവരെ പോലെ, കുറച്ച് മെച്യൂരിറ്റി ആയിട്ടുള്ള ആളെ പോലെ പെരുമാറുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഒരവസ്ഥ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്.
അപ്പോൾ മാത്രമേ ആ ബന്ധം നിലനിൽക്കുകയുള്ളൂ. നമ്മൾ കുറെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ഉസ്താദെ ഇപ്പം എൻ്റെ മോനും മോളും അടിച്ച് പിരിയാൻ പോവാണ്, ബന്ധം തീരാൻ പോവാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറയുന്നതിന് പകരം ആദ്യം രണ്ടുപേരുടെയും ഭാഗങ്ങൾ നാം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോയാൽ അൽഹംദുലില്ലാ ഒരു ബന്ധങ്ങളും തകർന്നു പോകുകയില്ലടോ. ഇന്ന് ഈ തരത്തിലുള്ള പ്രൈമാരിറ്റി കൗൺസിലിങ്ങിന്റെ വലിയ അഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കുട്ടിക്ക് അതെങ്ങനെയാണ്, ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഒരു പ്രായമുള്ള ഉമ്മ, ആ പ്രായമുള്ള ഉമ്മയ്ക്ക് ഈ പറയുന്ന ഇവള് പഠിച്ചിട്ട് വരുന്ന കുട്ടി ചിലപ്പോൾ MBA കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ MBBS പാസ്സായതായിരിക്കാം, അല്ലെങ്കിൽ അതുക്കും മുകളിലായിട്ടുള്ള വലിയ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം. ഈ ഉമ്മ എന്താവൂല, ചിലപ്പോൾ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ ഉമ്മയ്ക്ക് നല്ലതായിട്ട് ഖുർആൻ ഓതാൻ അറിയാം, നിസ്കരിക്കാൻ അറിയാം, ദിക്റ് ചൊല്ലാൻ അറിയാം. പക്ഷേ ആ ഉമ്മയുടെ സ്വഭാവവും രീതിയുമൊക്കെ ഒരു പഴമതിറഞ്ഞ രീതിയാണ്. കാരണം അവരുടെ മാതാപിതാക്കൾ അതിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ പഠിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്റെ ഉമ്മയാണ്. അമ്മ എന്റെ ഉസ്താദ് എപ്പോഴും പറയും, മോനെ അമ്മായി അമ്മ എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കല് കേട്ടോ, അമ്മായി ഉമ്മ എന്ന് പറഞ്ഞു കൊടുക്കണം. അതിനെ ഒരു ഉമ്മയായിട്ട് കാണണം. നമ്മൾ പലപ്പോഴും ഈ അമ്മായി അമ്മ എന്ന് പറയുന്നത് വേറൊരു എന്തോ വലിയ സംഭവമാണെന്ന് കാണുമ്പോഴാണ് സത്യത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതേ സമയത്ത് അതൊരു ഉമ്മയായിട്ട് നമ്മൾ പരിഗണിച്ചു നോക്കണം. അത് നമ്മുടെ ഉമ്മയാണ് എന്ന ഒരു പരിഗണന നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മമാര് നമ്മളെ എന്തൊക്കെ പറയാറുണ്ട്, എന്തൊക്കെ വഴക്ക് പറയാറുണ്ട്. ആരെങ്കിലും ഇന്ന് വരെ എന്റെ ഉമ്മ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി പോകാറില്ല. അതിന്റെ രീതി അങ്ങനെയാണ്. അതേ സമയത്ത് നേരെ മറിച്ച് അമ്മായി ഉമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് അവൾ അങ്ങനെ പറഞ്ഞു, എന്നാ നീ ഇങ്ങോട്ട് പോരുമോളെ, അവിടെ നിൽക്കണ്ട, നമുക്ക് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു കൂട്ടു നിൽക്കുന്ന മാതാപിതാക്കളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഉമ്മമാര് ഇപ്പൊ കഴിഞ്ഞ ദിവസം തോന്നുന്നു എന്നെ മെസ്സേജ് അയച്ച് ഇതുപോലൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എന്റെ കുട്ടി കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കുട്ടിയാണ്, എന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, അവന്റെ ഭാര്യയെ ഉമ്മ പിടിച്ചു നിർത്തിയിരിക്കുക, ഒറ്റ മോളേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒറ്റ മോളെ ഉള്ളെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, അതാ മനസ്സിലാക്കേണ്ടത്. നമുക്കതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നമുക്കൊറ്റ മോളാണ് എന്ന് കരുതി ആ മകൾ എന്ന് പറയുന്നത് എന്തായി, അത് മറ്റൊരു വീട്ടിലെ പ്രധാനപ്പെട്ട ആളായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും അവിടുത്തെ കാര്യങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകാനും പറ്റുന്ന ആളാണ്. നമുക്കിപ്പോഴും കുട്ടിയായിരിക്കാം, പക്ഷേ ആ വീട്ടിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആ കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്താകും, താറുമാറാകും. ഒരു പക്ഷേ ആ ഉമ്മയ്ക്ക് വയ്യാത്ത ഉമ്മയായിരിക്കാം. ഇവന് ഭക്ഷണം നേരെ ഭക്ഷണം കഴിക്കണം, വസ്ത്രങ്ങൾ ധരിക്കണം, ഇതിനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിമയാണെന്നുള്ള ഒരു അഭിപ്രായം ഒരിക്കലുമില്ല. ദീൻ ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. കാരണം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇത് കേൾക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കാം. ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന്റെ വിഴുപ്പലക്കാനും ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കാനും വേണ്ടിയുള്ള ഒരു വസ്തുവാണ്, അടിമയാണ് എന്നൊരു ചിന്താഗതി ആരും വെക്കണ്ട. അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്റെ അഭിപ്രായത്തില് ജോലി എന്ന് പറഞ്ഞാലും എന്തു പറഞ്ഞാലും അത് ഭാര്യയും ഭർത്താവും കൂടെ കമ്പനി ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അൽഹംദുലില്ലാ അത് ഹൈറായി മാറുന്നത്. അതേ സമയത്ത് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് അവരുടെ ഒരു ഒരു മനസ്സുകൊണ്ട് സ്നേഹം കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. ഭർത്താവിനോടൊരു വല്ലാത്ത സ്നേഹം വരുമ്പോ അങ്ങനെയാണല്ലോ, നമുക്ക് ഭർത്താവിനോടുള്ള സ്നേഹം. ഭർത്താക്കന്മാർ ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ, എനിക്കെല്ലാം ചെയ്തു തരാനുള്ള അടിമയാണ് എന്റെ ഭാര്യ എന്നൊരു ചിന്ത ഒരാളും വെക്കാൻ പാടില്ല. അത് ശരിയല്ല. നമുക്ക് നമ്മളോടുള്ള സ്നേഹം, എന്റെ ഭർത്താവ് നന്നായിട്ട് പോയിക്കോട്ടെ, നല്ല ഭംഗിയായിട്ട് പൊക്കോട്ടെ, നല്ല ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് കരുതി അവര് ചെയ്തു തരുന്ന ഒരു സന്തോഷത്തോടു കൂടെയുള്ള ഒരു സമ്മാനമായിട്ടാണ് നമ്മളത് കാണേണ്ടത്. അല്ലാതെ തിരിച്ച് വേറൊരു രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ചിത്രീകരിക്കാനോ അവരെ മനസ്സിലാക്കാനോ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ മക്കൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ആ വിളിച്ചു പറഞ്ഞതിനെ കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെയാണോ അന്ന് അവൻ നമുക്ക് കാണിച്ചു തരാം എന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോയി പിന്നെ പള്ളിയുടെ മുറ്റത്തെത്തുമ്പോഴത്തേക്ക് എന്താണ്, ചെറിയൊരു വിഷയമായിരിക്കാം. അവരുടെ വീടിന്റെ ഉള്ളിൽ തീരണ്ട, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഈ ഭർത്താവിന്റെ ഉമ്മ പോലും അറിയേണ്ടതാകാത്ത രണ്ട് ചെറിയ കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. ആ കാര്യങ്ങൾക്ക് വേണ്ടി ഡിവോഴ്സിന്റെ മധ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ പരസ്പരം അവരുടെ മാനസികമായ അവസ്ഥകൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അൽഹംദുലില്ലാ
റാഹത്തായിട്ട് ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമുക്ക് ആവശ്യം. ആ ബന്ധത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അൽഹംദുലില്ലാ നമ്മുടെ ജീവിതം ഖൈറിലാകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളെയൊക്കെ അവർ കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. അവരോട് മറ്റുള്ളവരോട് ഇടപഴകേണ്ട രീതി പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വാപ്പയുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാരൊക്കെ വരുമായിരിക്കാം. അപ്പോൾ അവരോട് പോയിരിക്കുന്ന രീതിയും അവരോട് സംസാരിക്കുന്ന രീതിയും അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മനസ്സിലായോ? ചെറിയ പെൺകുട്ടികളാ, ഞാൻ പെൺകുട്ടികളെ മാത്രം എക്സ്പോസ് ചെയ്ത് പറയുക നിങ്ങൾ കരുതരുത്. ആൺകുട്ടികളാണെങ്കിലും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ നോട്ടവും കിട്ടുന്നതും അതുപോലെ സംസാര വിധേയമാക്കുന്നതും പെൺകുട്ടികളെ കുറിച്ചാണ്. അവരെ ഒരിക്കലും എന്താൻ പാടില്ല, താഴ്ത്തിക്കെട്ടരുത്. ഞാൻ ഉമ്മമാരെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. കാരണം അവര് നമ്മളെ ഈ ലോകത്ത് ഒരാള് ഏത് വലിയ ആളുമായിക്കോട്ടെ, എത്ര തലപ്പത്തിരിക്കുന്ന ആളുമായിക്കോട്ടെ, ആ ആളായി തീരാനായിട്ട് ഏറ്റവും കൂടുതൽ വേദന സഹിച്ച് ത്യാഗങ്ങൾ സഹിച്ചിരിക്കുന്ന ആളാണ് ഉമ്മ. അതുകൊണ്ട് ഉമ്മമാർക്കൊരു പ്രത്യേക സ്ഥാനം തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു വീട്ടിൽ വന്നാൽ, ഇപ്പൊ പറയുന്ന സാധാരണയുള്ള പരാതികളാണ് പറയുന്നത്. ഒരു വീട്ടിൽ ഒരാൾ വന്നാൽ ആ വീട്ടിൽ വന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനുള്ള മടിയാണ്. എനിക്ക് അനുഭവങ്ങളുള്ള ഒരുപാട് വീടുകളുണ്ട്. എന്താണ്, അവിടെ ചെന്നാൽ അവർ വന്നു, കണ്ടു, സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു മര്യാദയുടെ ഭാഗമാണ് ഒന്നുമില്ല. ചായ വെക്കാൻ പാലില്ല, തേയിലയില്ല, പഞ്ചസാരയില്ല. ഇല്ലെങ്കിലും എന്താണ്, ഒരു വെള്ളം എടുക്കട്ടെ, ഒരു വെള്ളം എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിക്കല്ല. ഒരു വെള്ളം, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളമുള്ളോ പച്ചവെള്ളമുള്ളോ, അതൊന്ന് പച്ചവെള്ളം കൊണ്ട് കൊടുത്തൂടേടോ. എന്തിനാ നമ്മൾ ഈ മടി കാണിക്കുന്നത്? അവര് പുറത്തുനിന്ന് കുടിച്ചിട്ട് വന്നിട്ടുണ്ടാകും. ഇതൊന്നും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മര്യാദകളിൽപ്പെട്ടതല്ലടോ. നമ്മൾ ഒരു വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടിൽ വന്ന അതിഥിക്ക് വെള്ളം എടുക്കട്ടെ എന്നല്ല ചോദിക്കേണ്ടത്. വെള്ളം എടുത്തോണ്ട് വന്ന് ഇതൊന്ന് കുടിക്കൂന്ന് പറഞ്ഞ് കൊടുക്കുകയാ വേണ്ടത്. അല്ലാതെ അവര് വന്നിട്ട് അവർ എത്രയോ നേരങ്ങൾ അവരിന്ന് സംസാരിക്കും. സന്തോഷം കൊണ്ടാണ്, അവരോട് സംസാരിക്കാനുള്ള രീതി കൊണ്ടാണ് വരുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ എന്തില്ല, കാണാതെ പോകും. നമ്മളൊന്നും അത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ വലിയ സമാധാനം പറയേണ്ടി വരും. അപ്പോൾ ഒരാളോട് ഇടപഴകേണ്ടതെങ്ങനെ, സംസാരിക്കേണ്ടതെങ്ങനെ, എല്ലാ രീതികളും നമ്മൾ പഠിക്കണം. അങ്ങനെ ആ രീതിയിൽ പഠിച്ച് അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് പോയാൽ ഇവിടെ എന്താവൂല, ഡിവോഴ്സ് കേസുകളൊന്നും ഉണ്ടാവൂല. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. അങ്ങനെയാണ്. അത് പരസ്പരം മനസ്സിലാക്കി പോവും, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ആ ലൈഫ് നല്ല റാഹത്തായിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ഇന്നും എത്രയോ വലിയ സമ്പന്നരായ ആളുകള് മക്കളുടെ കാര്യത്തിൽ വേദനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഒരു വിവാഹം കഴിഞ്ഞത് ഡിവോഴ്സായി, ഇനി അടുത്ത വിവാഹത്തിന് വേണ്ടി തപ്പല മുഴുവൻ അന്വേഷണം നടത്തിയിട്ടെന്താണ് വല്ല കാര്യമുണ്ടോ? അന്വേഷണം നടത്തി, അത് നോക്കുമ്പോ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അപ്പുറം ശരിയായില്ല. പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നോക്കല്ലേ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒരാളെയും കിട്ടൂല. എല്ലാം വിവാഹം കഴിക്കാൻ പോകുന്ന എനിക്ക് ഇന്ന ആളുടെ പോലത്തെ മൂക്ക് വേണം, ഇന്ന ആളത്തെ പോലത്തെ കണ്ണ് വേണം, ഇന്നതുപോലത്തെ വേണം, അങ്ങനൊന്നും ചിന്തിക്കണ്ട. നമുക്ക് നമ്മളോടെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട എന്താ, നമ്മുടെ കൂടെ മരിക്കുന്നവരെ, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ, നമുക്ക് കലിമ ചൊല്ലിത്തരാൻ, നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരാള്, ആ ഒരൊറ്റ ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും നമ്മളുടെ ഭാര്യമാരെ, അവരെ നമ്മൾ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാ നമ്മുടെ ദിക്റുകളാകട്ടെ, സ്വലാത്തുകളാകട്ടെ, നിസ്കാരങ്ങളാകട്ടെ, അതൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതലായിട്ട്, ഞാൻ തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്, ഏറ്റവും കൂടുതൽ എന്നെ ഫോണിൽ മെസ്സേജ് അയക്കുന്ന ഏറ്റവും കൂടുതൽ ഉമ്മമാര് പറയുന്നൊരു വിഷയമാണ്, ഉസ്താദെ ഭർത്താവിന് അവിഹിതമാണ്, വേറൊരു ബന്ധമുണ്ട്, വല്ലാത്ത ബന്ധമാണുള്ളത്. അല്ലെങ്കിൽ തിരിച്ചും പറയാറുണ്ട്, എന്റെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ട് ഉസ്താദെ, അതൊരു വല്ലാത്ത മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. എന്റെ 5 മക്കളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 4 മക്കളുണ്ട്, 2 മക്കളുണ്ട്, ആ മക്കളുടെ ഉമ്മയല്ലേ എന്ന് കരുതി ഞാൻ ക്ഷമിച്ച് പോവുകയാണ് ഉസ്താദെ.
എന്നാൽ അവൾ അതിര് വിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ കാണാതെയാണ് മെസ്സേജ് അയക്കുന്നത്, ഫോൺ വിളിക്കുന്നത് എങ്കിൽ അതൊക്കെ ഇപ്പം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉസ്താദെ. എന്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയതായിട്ട് അഭിനയിക്കുന്ന സമയത്ത് മറ്റൊരാളോട് കൊഞ്ചിയും കുഴഞ്ഞും നിൽക്കുന്ന വർത്തമാനങ്ങൾ കേട്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് ഉസ്താദെ എന്ന് എത്രയോ പേര് വിഷമത്തോടുകൂടെ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ആ സംസാരം കൊണ്ട് നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഓക്സിറ്റോസിൻ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ശരീരത്തിന് സന്തോഷം കിട്ടുന്നുണ്ടാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല വെറുതെ വിടുകയില്ല, ഒരിക്കലും വെറുതെ വിടുകയില്ല. കാരണം ഹലാലായ രൂപത്തിൽ അല്ലാഹു നമുക്കൊരു സംഭവം തന്നിട്ട് അതിനെ വിട്ടിട്ട് മറ്റൊന്നിലേക്ക് നമ്മൾ തുനിഞ്ഞാൽ, പോകാനിറങ്ങിയാൽ ഉറപ്പാണ് അല്ലാഹു തആല നമ്മെ വിടുകയില്ല. അതുകൊണ്ട് തന്നെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഭർത്താക്കന്മാരുടെ സ്വഭാവവും രീതിയും ഒക്കെ മാറി വരുമ്പോ, അവരൊന്നും മിണ്ടാതെ ഇരിക്കുമ്പോ, അവര് എന്നും കാണിക്കുന്ന ഒരു സ്നേഹം കാണിക്കാതെ വരുമ്പോ നമുക്ക് മനസ്സിലാക്കാം അവരെങ്ങോട്ടോ പറന്നു പോയിട്ടുണ്ട്, അവരുടെ സ്നേഹത്തിന്റെ വാതിൽ എങ്ങോട്ടോ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിൽ നിന്ന്. കാരണം ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടുപിരിയുമ്പോൾ എന്താകും, അടുത്ത് കിട്ടുന്നത് എവിടാണോ അവിടത്തേക്ക് ചേക്കേറുന്ന അവസ്ഥയാണ്. അത് അങ്ങനെ ചേക്കേറാൻ പോകുന്നത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് ചർച്ചയാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഭാര്യമാരായ നമ്മളുണ്ടല്ലോ, ഭർത്താക്കന്മാരുടെ മുന്നില് അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലായി നമ്മൾ മാറണം. എ മാൻ മോട്ടിവേറ്റഡ് ത്രൂ ഇൻ ഐസ്, എ വുമൻ മോട്ടിവേറ്റഡ് ത്രൂ ഇൻ ഇയേഴ്സ് എന്ന. അതായത് പുരുഷന്മാര് അവരെപ്പോഴും കാണുന്ന വിഷയത്തിൽ, അവരെ കാണുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്, കാഴ്ചയിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. അതേസമയത്ത് വുമൻ മോട്ടിവേറ്റഡ് ത്രൂ ഇൻ ഐസ്, അവർക്ക് കേൾക്കുന്നതാണ്, അവര് എന്തെങ്കിലും വിഷയങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇതൊരു തിയറിയാണ്. ഇപ്പൊ ഖുർആനിലും ഹദീസിലുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട, അത് പറയാം. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് നല്ല രൂപത്തിലായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന വിഷയമാണ്, നമ്മുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ അത് നിങ്ങൾക്ക് എത്രമാത്രം സുന്ദരികളായിട്ട് നിൽക്കാമോ അത്രമാത്രം സുന്ദരികളായിട്ട് നിന്നു കൊടുക്കണം. കാരണം അവരിങ്ങനെ ചേഞ്ചിങ് മെന്റാലിറ്റി ഉള്ളവരാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, അതിന്റെ മനഃശാസ്ത്രം അങ്ങനെയാണ്. അപ്പോ അവരുടെ മുന്നിലാണ് സത്യത്തിൽ നമ്മൾ സുന്ദരിയായിട്ട് നിൽക്കേണ്ടത്. അതേ സമയത്ത് നമ്മളെപ്പോഴും എവിടാ നിൽക്കുന്നത്, നമ്മളെ സൗന്ദര്യം കൂട്ടുന്ന എപ്പോഴാ, ഏതെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അവിടെ ചിലപ്പോൾ 2-3 മണിക്കൂറും കണ്ണാടിയുടെ ഫ്രണ്ടില് നമ്മൾ സമയം കളയും. അതേ സമയത്ത് ഭർത്താവ് കടന്നു വരുമ്പോഴത്തേക്ക് ആ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി ഇന്ന് വരെ നമ്മളൊന്ന് സുന്ദരിയാകാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നെന്റെ ഉപ്പമാര് ശ്രദ്ധിക്കുക. തിരിച്ചു അതുപോലെ തന്നെയാണ് പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. ഭാര്യയുടെ മുന്നില് നല്ല നീറ്റായിട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളൊന്ന് ഷേവ് ചെയ്യുന്നത്, ഒന്ന് ക്ലീനാക്കി താടിയൊക്കെ ഒന്ന് റാഹത്താക്കി വെക്കുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് ഭംഗിയാകുന്നത്, അത് നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി എപ്പോഴെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു രൂപത്തിലാവണം. അങ്ങനെയാണല്ലോ എല്ലാവർക്കും. നല്ല സുഗന്ധങ്ങൾ പരസ്പരം ഉപയോഗിക്കണം, നല്ല സ്മെല്ലുകൾ ഉപയോഗിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സുഗന്ധങ്ങൾ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെരുമാറ്റങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്തുന്നതായ ഒന്നാണ്. അപ്പോൾ നമ്മുടെ റൂമുകളിലാകട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്ന സമയങ്ങളിലാകട്ടെ, അവിടെയൊക്കെ നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കുക, നല്ല ഭംഗിയായിട്ട് ഒരുങ്ങുക, നല്ല കണ്ണെഴുതി വരിക. ഇപ്പൊ കണ്ണെഴുതലും ലിപ്സ്റ്റിക് തേക്കലും ഒക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. അതൊക്കെ ഹറാമാണോ ഇല്ലയോ എന്നുള്ളത് വേറെ ചർച്ച. ഞാൻ പറയുകയാണ്, പൊതുവെ അങ്ങനത്തെ ഒരു രീതിയായി മാറിയിക്കുക. ഭർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഭാര്യയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ബന്ധം നിലനിൽക്കണം. ബന്ധം നിലനിൽക്കുമ്പോഴാണ് എല്ലാം റാഹത്തായിട്ട് വരുന്നത്. അങ്ങനെ ബന്ധം ഒന്ന് നിലനിൽക്കുന്ന ഒരു കുടുംബത്തെ നിങ്ങളൊന്ന് നോക്കി. അവർക്ക് എത്ര കടമുണ്ടായിക്കോട്ടെ, എത്ര പൈസ ഇല്ലാത്തവരായിക്കോട്ടെ, എത്ര പ്രയാസമുള്ളവരായിക്കോട്ടെ, പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഹാപ്പിനെസ് ഉണ്ടാകും. ആ ഹാപ്പിനെസ് നിലനിൽക്കുകയും ചെയ്യും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു ലൈഫ് അവരുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ആയി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ രൂപത്തിൽ പരസ്പരം മനസ്സിലാക്കാനും സംസാരിക്കാനും
അതുപോലെ തന്നെ ഇടപഴകാനും പറ്റുന്ന രൂപത്തിലായാൽ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ കുടുംബജീവിതം നല്ല സന്തോഷത്തിലായി പോവുക തന്നെ ചെയ്യും. ഇടയ്ക്ക് ചിറ്റലും പൊട്ടലും ഇട്ടലും ഒക്കെ ഉണ്ടാകും. എല്ലാവരും ഓരോ മനുഷ്യനും ഓരോ കാറ്റഗറി, ഓരോ രീതിയാണല്ലോ. പല പല ഉമ്മമാരുടെ രീതിയിലാണ് വരുന്നത്. അപ്പൊ വാപ്പമാരുടെയും ഉമ്മമാരുടെയും സ്വഭാവവും രീതികളൊക്കെ ഉണ്ടാകും. അതുണ്ടാകുമ്പോഴും പരസ്പരം അത് ക്ഷമിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടാക്കിയെടുക്കണം. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എന്തില്ല, വിവാഹം അവർക്ക് വേണ്ട എന്നാ പറയുന്നത്. വിവാഹം അവർക്ക് വേണ്ട, കാരണം അവർക്ക് ജോലിയുണ്ട്, ജോലിയിൽ അവർക്കെന്തുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, പിന്നെന്ത് ചെയ്യണ്ട, അവർക്ക് വേറൊരു ഇതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെയുള്ള ചുറ്റുപാടിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ വളർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല, അതിനൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അത് നമ്മൾ ഉമ്മമാരാണ് അതിനകത്ത് പ്രധാന ഘടകമായി മാറേണ്ടത്. വാപ്പമാര് പലപ്പോഴും വീട്ടിലുണ്ടാകണമെന്നില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിയുടെ ഓരോന്നും ഓരോ അടിക്കടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? ഉമ്മമാരാണ്, അല്ലേ? ഒരു പെൺകുട്ടിയുടെ പീരിയോഡിക്കലായിട്ടുള്ള ടേബിൾ, അതിന്റെ സമയങ്ങൾ, അതിന്റെ രീതികൾ, അത് ഇന്നതാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് അത് ഉമ്മമാരാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഉമ്മയ്ക്ക് എന്താകാം, ആ മോളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭർത്താവ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കലുണ്ടാവൂല, വേറെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കലുണ്ടാവൂല, ഉമ്മ പറഞ്ഞാൽ എന്ത് ചെയ്യും? കേൾക്കും. കാരണം ഉമ്മയുമായിട്ടുള്ളൊരു ബന്ധം അങ്ങനത്തെ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലായിട്ട് സംസാരിച്ച് സമയം കളയുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസമായതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. നമ്മുടെ ബന്ധങ്ങൾ അൽഹംദുലില്ലാ അത് നല്ലതുപോലെ നിലനിർത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഒരൊറ്റ നല്ല ഒരു എന്താ പറയാ, നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമ്മുടെ മനസ്സിന് വളരെ സമാധാനമുണ്ടാകുന്ന സന്തോഷം, കുടുംബജീവിതം ഹൈറായ ജീവിതമായി മാറുന്നതിന് സാധ്യമാകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഇൻഷാ അള്ളാഹ് നമുക്ക് ദിക്റിലേക്ക് കടക്കാം. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ അല്ലെങ്കിൽ മക്കളാകട്ടെ, കുടുംബത്തിന്റെ ഇടയിൽ ആ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും, ഒരു 12 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക. ഓരോ പ്രാവശ്യവും ഫാത്തിഹ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് നിങ്ങളുടെ വായ കൊണ്ട് ഓതിയ ഫാത്തിഹയുടെ എയർ ആ വെള്ളത്തിൽ തട്ടണം. ആ രൂപത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതുക. അതുപോലെ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് 20 പ്രാവശ്യം ഓതി ആ വെള്ളത്തിൽ മന്ത്രിക്കുക. ആ വെള്ളം നിരന്തരം കുടിക്കാൻ കൊടുക്കുക. ഭർത്താവിന് കുടിക്കാൻ കൊടുക്കുക, നിങ്ങൾ ഭാര്യമാരായ നിങ്ങൾ കുടിക്കുക, മക്കൾ കുടിക്കുക, കുടുംബത്തിലുള്ള മാതാപിതാക്കൾക്ക് കുടിക്കുക. അങ്ങനെ എല്ലാം മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിന്റെ ഇടയിലെ ഏറ്റവും കൂടുതൽ ഛിന്നതയും ഛിദ്രതയും ഉണ്ടാക്കലാണ് ശൈത്താൻ ഇഷ്ടമുള്ളത്. മനസ്സിലായോ? അത് ആരുടെ മനസ്സിലാ കുടികയറുന്നതെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഭർത്താവിന്റെ ആയിരിക്കും, ചിലപ്പോൾ ഭാര്യയുടെ ആയിരിക്കും, ചിലപ്പോൾ അവിടുത്തെ അമ്മായിമ്മയുടെ മനസ്സിലായിരിക്കും, അല്ലെങ്കിൽ അമ്മായിപ്പയുടെ മനസ്സിലായിരിക്കും. ആരുടെ മനസ്സിലും വരാം. ഒരാളങ്ങോട്ട് പൊട്ടിയാൽ മതി, പിന്നെന്താവും, മൊത്തത്തിൽ പൊട്ടലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും എന്ത് ചെയ്യാം, ഇത്തരത്തിൽ വെള്ളം മന്ത്രിച്ച് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ആ രൂപത്തിൽ കൊടുത്താൽ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ കുടുംബത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. ആ കുടുംബത്തിലെ സ്നേഹം നിലനിൽക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചങ്ങനാശ്ശേരിയിലാണ് ഞാനുള്ളത്. ചങ്ങനാശ്ശേരി അറിയാമല്ലോ, എൻ്റെ സ്ഥലമാണ്. ഇന്ന് മഹാനായ കറുത്തതങ്ങൾ ഉപ്പാപ്പ, അതുപോലെ തന്നെ മഹാനായ കൊച്ചിതങ്ങൾ ഉപ്പാപ്പ, മഹാനായ ഹാജി മീര വലിയുള്ള, അതുപോലെ തന്നെ മഹാനായ അബ്ദുറഹ്മാൻ തങ്ങൾ ഉപ്പാപ്പ, മഹാനായ ഹസൻ ഖാദ്രി തങ്ങൾ ഉപ്പാപ്പ, ഈ മഹത്തുക്കളുള്ള നാടാണ് ചങ്ങനാശ്ശേരി. ഇവിടുത്തെ കറുത്തതങ്ങൾ, പഴയ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിലെ മഹാനായ കറുത്തതങ്ങൾ ഉപ്പാപ്പയുടെ ആണ്ട് നേർച്ചയുടെ ദിവസമാണ് ഇന്ന്. ഇൻഷാ അള്ളാഹ് ഈ പ്രദേശത്ത് കോട്ടയം, ചങ്ങനാശ്ശേരി അടുത്തുള്ളവർ, ഇതിലൂടെ കടന്നു പോകുന്നവർ ഇൻഷാ അള്ളാഹ് മഹാന്റെ ഹദറത്തിൽ വരികയും സിയാറത്ത് ചെയ്യുകയും അവിടെയുള്ള നേർച്ച ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുക. അള്ളാഹു വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇന്നലെ അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസിന്റെ അഡ്മിനായ വഹീദാത്ത അവര് 21-ാം തീയതി ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അള്ളാഹു താല വലിയ വിജയവും വലിയ സന്തോഷവും ആഫിയത്തും ആരോഗ്യമൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസിലുള്ള ഫസിലാത്ത്, അങ്ങനെ കുറെ പേര് അവരൊരുമിച്ചൊരു ഗ്യാങ്ങായിട്ടാണ് പോകുന്നത്. അൽഹംദുലില്ലാ CM 156 എന്ന കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ഇന്നലെ അത് സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. കരുനാഗപ്പള്ളിയിലാണ് ഇപ്പോൾ
ഉള്ളത്. ഇൻഷാല്ലാ ഇത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് പോകാൻ നിൽക്കുന്ന വഴിയാണ്. അപ്പോൾ ഇൻഷാല്ലാ മജ്ലിസ് കഴിഞ്ഞിട്ട് പോകാം എന്നോർത്ത് വഴിമധ്യയിലാണുള്ളത്. ഇൻഷാല്ലാ അള്ളാഹു താല വലിയ ബറക്കത്ത് നൽകട്ടെ. കരുനാഗപ്പള്ളിയിൽ 11 മശായിഖന്മാരുടെയും അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന വായാരത്തുമ്മച്ചയുടെയും അതുപോലെ തെക്കേപ്പള്ളി എന്നറിയപ്പെടുന്ന, അതായത് കരുനാഗപ്പള്ളി സെന്ററിലുള്ള താജ്മഹൽ ആയി കാണപ്പെടുന്ന പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള മെയിൻ കരുനാഗപ്പള്ളി ജുമാ മസ്ജിദിൽ ഒരു 3-4 മഹാന്മാർ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ തെക്കേപ്പള്ളി. ആ തെക്കേപ്പള്ളി മഹാന്മാരുടെ ഈ 3 പേരുടെയും ഇടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അള്ളാഹു ഇവരുടെ വലിയ ബറക്കത്തും സന്തോഷവും നമുക്കെല്ലാവർക്കും, ഈ മജ്ലിസിൽ പങ്കെടുത്തവർക്കെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. ഈ മഹത്തുക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടി, ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ നസീഹത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് മുഴുവൻ അള്ളാഹു താല നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാല്ലാ നമുക്ക് ദിക്റിലേക്ക് കടക്കാം. ദിക്ർ കഴിഞ്ഞ് ഇൻഷാല്ലാ ഇവിടെ ഞാൻ സിയാറത്ത് ചെയ്യുന്നുണ്ട്. അവിടെ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യും. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. CM 186 അല്ല, CM 156 156. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. CM എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, മഹാനായ CM മുഹമ്മദ് അബൂബക്കർ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹത്തുക്കളുടെ മഹാന്റെ പേരിലും നോട്ടത്തിലുമാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് മഹാന്റെ പേര് വെച്ചിരിക്കുന്നത്. 156 എന്ന് പറയുന്നത് മഹാനായ ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ പേര് അതിനോട് ബന്ധപ്പെടുത്തി അവിടുന്ന് കിട്ടിയ വലിയ ഇജാസത്താണ് 156 എന്നുള്ളത്. ആ സ്നേഹം അതുപോലെ നിലനിർത്തി അങ്ങനെ വന്നിരിക്കുന്ന പേരാണ്. അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസും അങ്ങനെയാണ്. CM 156 എന്ന മജ്ലിസിലൂടെയാണ് അറിയപ്പെടുന്നത്. അൽഹംദുലില്ലാ മഹത്തുക്കളുടെ മശായിഖന്മാരുടെ, പ്രത്യേകിച്ച് ഒരുപാട് മഹാന്മാർ, ഏർവാടിയിലെ മഹാന്മാർ, അതുപോലെ തന്നെ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം വലിയുള്ള, അതുപോലെ നാഗൂർ ഉപ്പാപ്പ എന്ന് വേണ്ട ഒരുപാട് മഹത്തുക്കൾ അൽഹംദുലില്ലാ അവരുടെ മേൽ ദിവസവും അൽഹംദുലില്ലാ ഫാത്തിഹയും അവരുടെ മാലകളും അവരുടെ മൗലിദുകളും ഒക്കെ ചൊല്ലി അവർക്ക് വേണ്ടി പ്രത്യേകം പരിശുദ്ധ ഖുർആൻ ഓതി വലിയ സന്തോഷത്തോടു കൂടെ പോകുന്ന മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എന്താ പറയാനാവാത്ത വിധത്തിൽ ആളുകൾക്ക് വലിയ സമാധാനങ്ങൾ അൽഹംദുലില്ലാ ഈ മജ്ലിസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അല്ലാഹു തആല അത് നിലനിർത്തി കൊടുക്കട്ടെ. മഹാന്മാരെയൊക്കെ നമ്മൾ എപ്പോഴും സ്നേഹിക്കണം, ആദരിക്കണം. നമ്മുടെ നാടുകളിലുള്ള മഹാന്മാർ ആരെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടില് എന്തെങ്കിലും, നമ്മുടെ നാട്ടില് നമ്മൾ അറിയണം. പലർക്കും നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും മഹാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അങ്ങനെ അറിയില്ല എന്ന് പറയുന്നൊരവസ്ഥയാകരുത്. അങ്ങനെ ഒരു മഹാനുണ്ടെങ്കിൽ ആ മഹാനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല അതബോടെ റാഹത്തോട് പോയി സിയാറത്ത് ചെയ്യണം. അവരുമായിട്ടൊരു ബന്ധം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അമലുകൾ പല സിഹറും അയിനും അതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വൈവാഹികമായ പ്രശ്നങ്ങൾ മറ്റുമൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കുന്ന അമലിനോടൊപ്പം അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ നാട്ടിലുള്ള മഹാൻ, ആ മഹാനും കൂടെ നീയത്താക്കിയിട്ട് വേണം എന്ത് ചെയ്യണം? നിങ്ങൾ ഓതേണ്ടത്. കാരണം അത് നമുക്കൊരു പിടിവള്ളിയാണ്. നമ്മളെ നോക്കാനും നമ്മളെ കാര്യങ്ങൾ നടത്താനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് മഹാന്മാർ. ഓരോ നാട്ടിലും ഓരോ ഗവർണറും എന്താ പറയുക, ഓരോ MLA-മാരുണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുണ്ട് എന്നൊക്കെ പോലെ അതിനൊക്കെ അപ്പുറം ഓരോ നാടുകളിലും അല്ലാഹു തആല ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരിയുടെ രാജാക്കന്മാരായിട്ട് മഹാനായ കറുത്തങ്ങളുപ്പാപ്പയും കൊച്ചുതങ്ങളുപ്പാപ്പയും ഹാജി മീര വലിയുള്ള, മഹാനായ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ മുരീദാണ് ഹാജി മീര വലിയുള്ള. അപ്പോൾ അതറിയാത്ത പല ചങ്ങനാശ്ശേരിക്കാരുമുണ്ട്. അതെന്താണ്? അത് നമ്മൾ അവരുടെ ചരിത്രങ്ങൾ അറിയണം, അവരുടെ കാര്യങ്ങൾ അറിയണം. അപ്പോൾ അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി പോയാൽ അൽഹംദുലില്ലാ നമുക്ക് അവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിന് അതൊരു വലിയ ഐശ്വര്യമായിരിക്കും. അവർക്കൊരു ഫാത്തിഹയോ യാസീനോ ഓതാത്ത ഒരു ദിവസവും നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. അവരുടെ പ്രത്യേകമായ ഒരു അത് അങ്ങനെയാണ്. അവരുടെ അർവാഹുകൾക്ക് അല്ലാഹു തആല സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഈ ലോകത്തുള്ള ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി അവരെ സമർപ്പിച്ചപ്പോൾ അവരുടെ ചിന്തയിലും നൃത്തത്തിലും നടത്തത്തിലും നോട്ടത്തിലും ഉറക്കത്തിലും എല്ലാം അല്ലാഹ് 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 എന്നുള്ള ചിന്ത അങ്ങോട്ട് കൊടുത്തപ്പോൾ അള്ളാഹു അവർക്ക് കൊടുത്ത സ്പെഷ്യൽ ഓഫറാണോ അങ്ങനെ സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അത് നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആ രൂപത്തിലായിക്കും. അപ്പം നമുക്ക് അല്ലാഹു തആല ആ വഴി ഒരുക്കി തരും.
എന്തും ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ മജ്ലിസിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ദിക്റുകൾ അത് നമ്മൾ നല്ലതുപോലെ ആസ്വദിച്ച് ചെല്ലണം, നല്ലതുപോലെ ആസ്വദിച്ച് ചെല്ലണം. നമ്മൾ ദിക്ർ ഇങ്ങനെ സന്തോഷത്തോടു കൂടെ ചെല്ലുമ്പോൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഡോപ്പമീൻ അതുപോലെ തന്നെ എൻഡോഫിൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിന് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. അതൊക്കെ ഒരു ശാരീരികമായ നേട്ടങ്ങളെ കുറിച്ചാണെങ്കിലും നമുക്കതുകൊണ്ട് അൽഹംദുലില്ലാ വലിയ സന്തോഷം നമുക്കുണ്ടാകും. നമ്മളെപ്പോഴും ആ ഒരു ദിക്റുകൾ ആഘോഷത്തോടെ ആനന്ദത്തോടെ, നമുക്ക് എന്തായാലും ഈ ലോകത്ത് നമുക്ക് ഈ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചോ. ആരാ പറഞ്ഞത്? എടോ, ആര് പറഞ്ഞു ഈ ജീവിതം എന്താ വിഷമിച്ച് സങ്കടപ്പെട്ട് ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. സന്തോഷത്തോടു കൂടെ ജീവിക്കണമെന്ന് തന്നെയാ പറയുന്നത്. അവിടെ എന്ത് വേണം? നമ്മൾ ചെയ്യുന്നതും കാണിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് തൃപ്തിയുള്ളതാണോ ഇല്ലയോ എന്ന് നോക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ട് ലോകവും നമുക്ക് സന്തോഷത്തോടു കൂടെ ജീവിച്ചുകൂടെ? എന്തിനാ വെറുതെ ഉമ്മമാരെ ടെൻഷൻ അടിക്കുന്നത്? ഇതൊക്കെ നടത്തി തരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു തീരുമാനിക്കാതെ ഇക്കാര്യത്ത് ഒന്നും നടക്കുകയില്ല. എന്റെ മോന്റെ കല്യാണം നടന്നില്ല, എന്റെ മോന് കുഞ്ഞുണ്ടായില്ല, അല്ലെങ്കിൽ എന്റെ മോൻ പഠിക്കുന്നില്ല, എന്റെ മോൻ ചിന്തിക്കുന്നില്ല, അവന് ഓർമ്മശക്തിയില്ല, ഇതൊന്നും ചിന്തിച്ച് നമ്മൾ ബേജാറാവണ്ട. നിങ്ങൾ ബേജാറാവുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്യേണ്ടത് റബ്ബിനോടാ, അള്ളാഹുവിനോട് പറയുക. എന്നിട്ട് നമ്മുടെ മനസ്സ് സന്തോഷമാക്കി വെക്കടോ. കുറച്ച് ആയുസ്സും കൂടെ കിട്ടിയാൽ അത്ര ഇബാദത്ത് നമുക്ക് ചെയ്യാം. കുറച്ച് ആയുസ് നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം? അത്രയും കൂടെ നമുക്ക് ഇബാദത്ത് ചെയ്യാം. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആ ഇബാദത്ത് അൽഹംദുലില്ലാ അതിലൂടെ നമുക്ക് വലിയ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. അതൊക്കെ വലിയ സന്തോഷമുള്ള മഹത്വക്കളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളൊക്കെ കാണുന്നത്